നമ്മുടെ ഏദൻ തോട്ടത്തിലെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ അവിടെ നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് ടെറസിലോട്ട് പോവുകയാണ്. ടെറസിൽ നിന്ന് ഒരാളിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ടെറസിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് നമ്മുടെ സ്റ്റെപ്പിൻ്റെ രണ്ട് വശത്തായിട്ട് ഞാൻ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാൻ അത് ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇത് ഒരു വശത്ത് കുറേ കുറ്റി എന്തോന്നാണ് അമര ഇരിപ്പുണ്ട്. അതിപ്പോഴും നിറച്ച് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ധാരാളം കായ്കൾ കിട്ടുന്ന എല്ലാ കാലാവസ്ഥയിലും കുറ്റിയമരയിൽ കായ്കൾ കിട്ടും അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഒന്നല്ല 2 വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണണേ. പിന്നെ ഇതാ ഇവിടെ ഒരു വശത്ത് കുറേ ഇഞ്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇഞ്ചി എന്ന് പറയുന്നത് ഇതാ ഞാൻ സ്റ്റെപ്പിൻ്റെ സൈഡിൽ കുഞ്ഞു കുഞ്ഞു ചട്ടികളിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നമുക്ക് നല്ല രീതിയിൽ വിളവ് തരും കേട്ടോ. അപ്പം ഇതുപോലെയൊക്കെ ചട്ടികളിൽ വെച്ച് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് ധാരാളം വിളവെടുക്കാൻ കഴിയും. അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആള് ആരാണെന്നറിയാമോ? നമ്മുടെ അടുക്കള തോട്ടങ്ങളിൽ നമ്മൾ വെക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനവും നമ്മുടെ എല്ലാ വീടുകളിലും ഒരു വീട്ടിൽ ഒരു ചെടിയെങ്കിലും വെക്കേണ്ട അത്യാവശ്യമായിട്ടുള്ളതുമായിട്ടുള്ള ഒരാളിനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇതാണ് ഞാൻ പരിചയപ്പെടുത്താൻ വന്നയാൾ, കറിവേപ്പ്. നമുക്കിപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും വിഷം ഉള്ള ഒരു സാധനമാണ് കറിവേപ്പ് അല്ലേ. അപ്പം നമ്മുടെ എല്ലാവരുടെ അടുക്കള തോട്ടങ്ങളിൽ ഒരു ചുവട് കറിവേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത കറിവേപ്പ് നല്ല ഫ്രഷായിട്ട് നമുക്ക് അന്നന്ന് തന്നെ എടുക്കാൻ കഴിയും അല്ലേ. നല്ല ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ അടുക്കള തോട്ടങ്ങളിൽ ഇതുപോലെ നല്ല തഴച്ച് വളരുന്ന രീതിയിൽ കറിവേപ്പ് വളർത്താൻ കഴിയും. ഇതിനെ ഇവിടെ ഒരു 20 ലിറ്റർ വാട്ടർ ക്യാനിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതുപോലെയൊക്കെ കുഞ്ഞു കുഞ്ഞു ചട്ടികളിൽ വെച്ചിട്ടായിരുന്നാലും നമുക്ക് അത്യാവശ്യം കറിവേപ്പ് വളർത്താൻ കഴിയും. അപ്പോൾ കറിവേപ്പ് നമ്മൾ ഇലയ്ക്ക് വേണ്ടിയിട്ടാണ് കറിവേപ്പ് വളർത്തുന്നത് അല്ലേ. അപ്പോൾ ഇലയ്ക്ക് വേണ്ടിയിട്ട് വളർത്തുന്നതായതുകൊണ്ട് തന്നെ അതിന് നമ്മൾ നൈട്രജൻ വളങ്ങളാണ് ധാരാളം കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത്, നമുക്കിവിടെ പശു ഉള്ളത് കാരണം പശുത്തൊഴുത്ത് കഴുകുന്ന വെള്ളം അല്ലെങ്കിൽ പച്ചച്ചാണകവും ഗോമൂത്രവും കൂടെ എടുത്ത് കലക്കി അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുക്കളയിലെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ആ കഞ്ഞിവെള്ളം ഒന്ന് പുളിപ്പിച്ച് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരാഴ്ചയിലൊരിക്കൽ ഇതിൻ്റെ ഇലകളിലും ഒന്ന് തളിച്ചു കൊടുത്ത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടബാധയൊന്നും ഇല്ലാതെ നല്ല ഫ്രഷായിട്ടുള്ള ഇലകൾ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കറിവേപ്പൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പ്രൂൺ ചെയ്ത് കൊടുത്ത് അതിൻ്റെ ചുവട്ടിൽ 2 മുട്ടത്തോട് പൊടിച്ചതോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ, നമ്മൾ പുറത്തുനിന്ന് വളമൊന്നും വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 2 പഴത്തൊലിയോ ഒക്കെ കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ച് കലക്കിയൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുക്കള വേസ്റ്റ് കൊണ്ട് നല്ല ഫലപ്രദമായിട്ട് പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു വളം തയ്യാറാക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതുകൂടെ ഒന്ന് കാണണേ. അപ്പോൾ അങ്ങനത്തെ നമ്മൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വളങ്ങളൊക്കെ മതി കേട്ടോ കറിവേപ്പിന്. പിന്നെ ഒടിച്ചില്ലെങ്കിൽ ഇതുപോലെ കായ്കളുണ്ടാവുക. കായ്കളുണ്ടായി കഴിഞ്ഞാൽ ഇലകൾ കുറയും. അപ്പോൾ അതിനെ അനുവദിക്കാതെ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ പുതിയ ബ്രാഞ്ചസ് വരികയും ചെയ്യും. നമുക്ക് ധാരാളം തളിരിലകൾ വന്ന് നല്ല രീതിയിൽ കറിവേപ്പ് തഴച്ച് വളരുകയും ചെയ്യും. ഞാനിതിങ്ങനെ പൂക്കാൻ വിട്ടിരിക്കുന്നത്, നമുക്ക് നഴ്സറിയിൽ തൈകളുടെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കായ്ക്കാൻ വിടുന്നത് കേട്ടോ. അതിലൊരു ഉറുമ്പ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കഞ്ഞിവെള്ളവും മഞ്ഞളും കൂടെയൊക്കെ ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ ഉറുമ്പിൻ്റെയും കീടങ്ങളുടെയും ഒന്നും ശല്യം ഇല്ലാതെ നമുക്ക് നല്ല ഇല കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കള തോട്ടത്തിലെ, നമ്മുടെ ഏദൻ തോട്ടത്തിലെ കറിവേപ്പ് എല്ലാവർക്കും ഇഷ്ടമായോ? നമ്മുടെ കറിവേപ്പ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു കാഴ്ചയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്.